Hi everyone, welcome to my YouTube channel Creative DIY Lincy. ഇന്ന് നമ്മൾ ഒരു ടീച്ചേഴ്സ് ഡേ കാർഡാണ് ഉണ്ടാക്കുന്നത്. സോ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് ഒരു A4 ഷീറ്റ് വൈറ്റ് കളർ പേപ്പർ വേണം. ദെൻ റെഡ് കളർ വേണം. ദെൻ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് റെഡ് കളർ വേണം. ദെൻ നമുക്ക് ഫെവിക്കോൾ, സിസേഴ്സ്, black marker pen and red sketch pen. So ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു A4 ഷീറ്റ് എടുത്ത് ഇങ്ങനെ നേരെ ഹാഫായിട്ട് മടക്കണം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്യണം. ദെൻ അതിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൽ ഒരു 8 സെൻറ്റിമീറ്റർ കാണുമായിരിക്കും, അതൊന്ന് കട്ട് ചെയ്ത് കളയണം. സെയിം വേ മറ്റേ ഷീറ്റും അതേപോലെ തന്നെ 8 സെൻറ്റിമീറ്റർ അങ്ങ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മുടെ ഈ രണ്ട് ഷീറ്റും സെയിം സൈസിലായിട്ടുണ്ട്. ഇനിയും ഒരു ഷീറ്റ് എടുക്കുക, നേരെ ഹാഫായിട്ട് ജസ്റ്റ് മുകൾ വശം മാത്രം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, നമുക്ക് മാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ മിഡിലേക്ക് മറ്റേ ആ എൻഡ് മടക്കുക, ഇപ്പുറത്തെ എൻഡ് സെയിം മിഡിലേക്ക് മടക്കുക. ഈ സെയിം വേ തന്നെ മറ്റേ പേപ്പർ മറ്റേ ഷീറ്റും മടക്കിയെടുക്കുക. ഈ സൈഡിൽ ഇരിക്കുന്ന ഫ്ലവർ ഓർമ്മയുണ്ടോ? ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തതാണ്, പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്തത്. അതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഐ കാർഡിലോ കൊടുത്തേക്കാം. അങ്ങനെ നമ്മുടെ രണ്ട് ഷീറ്റ് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്നെങ്കിൽ നമുക്ക് ഇതിൽ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഫോം ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു റെഡ് A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഈ മടക്കി വെച്ച സൈസിൻ്റെ ഒരു ഇച്ചിരിയും കൂടെ എക്സ്ട്രാ ആയിട്ടുള്ള രീതിയിൽ പുറത്തിട്ടിട്ട് നമുക്കൊന്ന് 1.5 to 2 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് അത് നേരെ ഹാഫായിട്ട് മടക്കണം. ദെൻ ഒരു പെൻസിലിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് വരയ്ക്കുക. അതിൽ ദെൻ ആ ലൈനിൽ കൂടെ ഇതൊന്ന് കട്ട് ചെയ്യുക. നമുക്ക് ഈ ഒരു A4 ഷീറ്റ് വൈറ്റ് ഷീറ്റ് എടുത്തിട്ട് ഈ സെയിം സൈസിൽ ഒരു ഹാർട്ടും കൂടെ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ട് അത് ആ വൈറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് കളയണം. അപ്പം ഇതിൻ്റെ അകത്ത് ഈ വൈറ്റ് ഷീറ്റ് കെട്ടി ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ പുറത്ത് റെഡ് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഒന്നെങ്കിൽ ആ ഫോം ഷീറ്റ് വെക്കാം, അല്ലെങ്കിൽ ഈ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഈ സാധനം വെച്ചിട്ട് ചെയ്യാം. ഇനി നമുക്ക് നേരെ ഹാഫായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ രണ്ടിലെയും മിഡിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ പീസസ് ഇതേപോലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്തത്. ഇതേപോലെ ഇനി നമുക്ക് കുറച്ച് റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. ഇനി ഇങ്ങനത്തെ ഒരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ട് അതിലൊരു സർക്കിൾ വരയ്ക്കുക. ദെൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് 4 പീസസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു സ്പൈറൽ മോഡൽ ഇങ്ങനെ വരയ്ക്കണം. പെൻസിലിട്ട് ഇങ്ങനെ വരച്ചെടുക്കണം. എന്നിട്ട് ഈ ലൈനിൽ കൂടെ നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനത്തെ റോസ് ഫ്ലവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ അറ്റത്തൂടെ ഒരു ടൂത്ത് പിക്ക് വെക്കുക. ദെൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. ദെൻ കണ്ടിന്യൂസ് റോൾ ചെയ്യുക. അതിൻ്റെ താഴത്തെ പോർഷൻ എപ്പോഴും സെയിം ലെവലിലായിരിക്കാം, ഒന്ന് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ എൻഡിൽ വന്നിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോസ് ഫ്ലവർ
റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ലൂസാക്കി വേണം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടാം. അപ്പം അങ്ങനെ നമുക്ക് ഈ കട്ട് ചെയ്ത പീസസ് എല്ലാം അങ്ങനെ ഉണ്ടാക്കിയിട്ട് വരാം. അങ്ങനെ ഞാൻ കുറേ റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. റെഡ് കളറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് വൈറ്റ് കളറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ഹാർട്ട് ഷേപ്പ് ആദ്യം മുറിച്ചില്ലായിരുന്നോ, അതിൻ്റെ ഹാഫ് പീസിൽ ഈ നടുക്കത്തെ മിഡിൽ പോർഷനിൽ മാത്രം ഗം അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ മടക്കി വെച്ച ആ പീസിൻ്റെ ആ ഫ്ലാപ്പിൻ്റെ ഒരറ്റം വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. സെയിം വേ മറ്റേ അറ്റം ഒട്ടിക്കുക. അങ്ങനെ 2 സൈഡും ഒട്ടിച്ചിട്ട് ഇനി വൈറ്റ് പീസിൽ ഇങ്ങനെ എല്ലാ സൈഡിലും 4 സൈഡിലും ഇതിൽ ഗം അപ്ലൈ ചെയ്യുക. അങ്ങനെ നടുക്ക് നോക്കി ഒട്ടിക്കുക. സെയിം വേ മറ്റേ ഫ്ലാപ്പും അതേപോലെ ഫുള്ളി ഗം ഒട്ടിച്ച് മിഡിൽ പോർഷൻ നടുക്കായിട്ടുള്ളത് ശ്രദ്ധിച്ചൊട്ടിക്കുക. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഫ്ലാപ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ വരണം. ഇനി നമുക്ക് ഈ റോസ് ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. അപ്പം ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. വൈറ്റും റെഡും കൂടെയാണ് ഒട്ടിക്കുന്നത്. ആദ്യം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പൊസിഷൻ കറക്റ്റാണോ നോക്കിയിട്ട് വേണം ഗമ്മറ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ നടുക്കത്തെ പോർഷനിലൊരു ഗ്യാപ്പ് വേണം. എന്നിട്ട് ഒട്ടിക്കണം. ഗമ്മറ്റ് ഫൈനലി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ ഗമ്മറ്റ് ഒട്ടിക്കുക. സ്ക്രീനിൽ കാണുന്നതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഫേസ്ബുക്ക് ഐ ഡിയും. ജസ്റ്റ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കണേ. സോ ഫ്ലവേഴ്സ് എല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഹാർട്ട് ഷേപ്പ് ഞാൻ ആ ഫോം ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൊച്ചു ഹാർട്ട് ഷേപ്സാണ്. ഇത് വേണേൽ ഇങ്ങനെ തന്നെ റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും. ഞാനത് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്നിട്ട് ഒട്ടിക്കണം. ഇവിടെ ഞാൻ ഇവിടെ ആയിട്ട് താഴത്തെ പോർഷനിൽ നമ്മുടെ ആ ബ്ലാങ്ക് സ്പേസിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമുക്ക് അകത്തെ പോർഷൻ ചെയ്യാം. നമ്മുടെ 2 സൈഡിൽ നിന്ന് ഫ്ലാപ്പ് വിളിക്കുമ്പോൾ ഇങ്ങനെ അകം കാണണം. സോ അകത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പർ എടുത്ത് അതിൻ്റെ അകത്ത് കൊള്ളുന്ന പോലത്തെ ഒരു A4 ഷീറ്റ് പേപ്പർ എടുത്ത് ഒരു ഹാർട്ട് ഷേപ്പ് വരയ്ക്കണം. എന്നിട്ട് ആ ഹാർട്ട് ഷേപ്പ് വെട്ടിയെടുക്കണം. എന്നുവെച്ച് അതിൻ്റെ ഒരു 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഇതേപോലെ മുഴുവൻ കട്ട് ചെയ്യരുത്. ആ മിഡിൽ പോർഷന് ജോയിൻ്റ് ആയിട്ടിരിക്കണം. ഇതേപോലെ ഹാർട്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യുക. ഇത് ഇങ്ങനെ കിട്ടണം. അപ്പോൾ എന്നിട്ട് അകത്തെ ഹാർട്ട് പുറത്തോട്ട് മടക്കിയെടുക്കുക. മറ്റേത് നേരത്തെ ഇരുന്ന പോലെ തന്നെ ചെയ്യുക. ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് നമുക്കിത് കാർഡിലൊട്ടിച്ച് ഒരു പോപ്പപ്പ് സ്റ്റൈലിൽ വരുത്താൻ വേണ്ടിയിട്ടാണിത്. ഇനി നമുക്ക് അകത്തെ ഹാർട്ട് ഷേപ്പിലൊന്ന് സ്കെച്ച് പെന്നിട്ട് റെഡ് സ്കെച്ച് പെന്നിട്ടൊന്ന് ഔട്ട്ലൈൻ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ വലിയ ഹാർട്ടിൻ്റെ സൈഡിൽ കൂടെ ഗം ഇങ്ങനെ അപ്ലൈ ചെയ്യുക. അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ ഹാഫായിട്ട് മടക്കിയില്ല, ആ മടക്കിയ പോർഷനിലോട്ട് ഇത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ തുറക്കുമ്പോൾ പോപ്പപ്പ് കിട്ടും. എന്നിട്ട് എന്തെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേറൊരു ഹാർട്ട് ഷേപ്പ് എടുക്കണം. അതിൽ നമുക്ക് ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതണം. എന്നിട്ട് നമ്മുടെ റെഡ് സ്കെച്ച് പെന്നിട്ട് ഒരു ഔട്ട്ലൈൻ ഇതേപോലെ കൊടുക്കണം. നമുക്ക് അവിടെ ഒട്ടിക്കാനാണ്. ഇനി നമുക്ക് സൈഡിൽ ഒരു ബ്ലാങ്ക്നെസ് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ബെസ്റ്റ് ടീച്ചർ എവർ എന്ന് പറഞ്ഞ് ഒരു ഹാർട്ട്, ഒരു ഫോം ഷീറ്റിൻ്റെ ഒരു ഹാർട്ട് കെട്ടിയത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതിയിരിക്കുന്നത് കുറച്ചൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിലുള്ളൊരു പേപ്പർ എടുത്തിട്ട് 3-4 പ്രാവശ്യം മടക്കിയിട്ട് ഇങ്ങനെ ഒരു
ഹൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, പ്രൊജക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ ഈ ഫോം ഷീറ്റിട്ട് വെട്ടിയ ഹാർട്ട്സ് അവിടെ എല്ലാം ഒട്ടിച്ച് കൊടുക്കുക. ദെൻ ഒരു റെഡ് സ്കെച്ച് പെൻ എടുത്തിട്ട് ഞാൻ ആ ബെസ്റ്റ് ടീച്ചർ എവറിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ഹാർട്ട് ഷേപ്പ് അതെടുത്ത് തന്നെ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വലിയ ഹാർട്ടിൻ്റെ നടുക്കായിട്ട് കുറച്ച് ബ്ലാങ്ക്നെസ് വന്നു, അവിടെയും കുറച്ച് സ്കെച്ച് പെനിട്ട് തന്നെ ഹാർട്ട് വരച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി പോർഷൻ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ കൊച്ചു കൊച്ചു ഹാർട്ട്സ് അവിടെ ഇവിടെ എല്ലാം ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കാർഡിൻ്റെ അകത്തെ പോർഷൻ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആദ്യത്തെ ആ കാർഡിൻ്റെ അകത്ത് ഈ പോർഷൻ ഒട്ടിച്ചെടുക്കണം. സോ അതിന് വേണ്ടി അത് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ കയറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് അത് എടുത്തിട്ട് അകത്തെ പോർഷൻ്റെ ഔട്ടർ സൈഡ്, അതായത് എൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് ഒട്ടിക്കുക, 2 സൈഡും കൂടെ ഒട്ടിക്കുക. സോ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഹാർട്ട് ഷേപ്പിൻ്റെ ആ ഫ്രണ്ടത്തെ പോർഷൻ കുറച്ചുണ്ടാവുമല്ലോ, അതങ്ങ് കട്ട് ചെയ്ത് കളയുക. അകത്തെ പോർഷൻ ഒട്ടിച്ചതിൻ്റെ അതങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു റെഡ് റിബൺ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബോ പോലെ കട്ടി കൊടുക്കാൻ വേണ്ടി അറ്റമൊന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. 2ആയിട്ട് മടക്കിയിട്ട് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ബോ പോലെ കട്ടി കൊടുക്കുക. അങ്ങനെ നമ്മുടെ കാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കിയാലോ. ഈ കാർഡ് സ്പെഷ്യലി ടീച്ചേഴ്സ് ഡേക്ക് വേണ്ടി ഉണ്ടാക്കി എന്നുള്ളതുള്ളൂ. ശരിക്കും ഇത് ഏത് ടൈമിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ട് ഉണ്ടാക്കാം, അതേപോലെ തന്നെ വാലന്റൈൻസ് ഡേക്ക് ഉണ്ടാക്കാം, ആനിവേഴ്സറി വിഷസ് ഉണ്ടാക്കാം, എപ്പം വേണേലും ഉണ്ടാക്കാം, ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് ഉണ്ടാക്കാം. കാരണം ഇത് ഹാർട്ടല്ലേ, ഇതിനകത്ത് കണ്ടൻറ് ഒന്നും മാറണം. ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നുള്ളത് ആ സ്പെസിഫിക് ഒക്കേഷൻ ഏതാണോ അക്കോർഡിംഗ്ലി നമുക്ക് എഴുതിയാൽ മതി. വാവ്, സൂപ്പർ കാർഡ്, നല്ല ഭംഗിയില്ലേ കാണാൻ. നമുക്കൊന്നുകൂടെ അതേപോലെ തന്നെ കെട്ടി വെച്ചേക്കാം. എന്നിട്ട് ഇങ്ങനെയാണ് നമുക്ക് ടീച്ചർമാർക്ക് കൊടുക്കേണ്ടത്. സോ എല്ലാ ടീച്ചേഴ്സിനും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഈ കാർഡ് ഞാൻ സ്പെഷ്യലായിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ടീച്ചറുണ്ട്, എൻ്റെ മോളെ പഠിപ്പിച്ച ടീച്ചറാണ്, ടെസ്സി മിസ് എന്നാണ് പേര്. അപ്പോൾ ആ ടീച്ചർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ടീച്ചർ, വി ലവ് യു എ ലോട്ട്. താങ്ക് യു ടീച്ചർ. സോ വൺസ് അഗെയിൻ വിഷിംഗ് ഓൾ ദ ടീച്ചേഴ്സ് എ വെരി വെരി ഹാപ്പി ടീച്ചേഴ്സ് ഡേ. സോ ഈ കാർഡ് ഇപ്രാവശ്യം നിങ്ങളുടെ ടീച്ചേഴ്സിനെല്ലാം ഉണ്ടാക്കി കൊടുക്കുമല്ലോ അല്ലേ. സോ നിങ്ങൾക്ക് ഈ കാർഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. അതേപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.